BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പാലാ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടുമായി സൗഹൃദ സംഭാഷണം നടത്തി. സഭയുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊള്ളയാണ്. അതിന് ഒരു കൃത്യമായ അന്വേഷണം നടക്കണം. അതിന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം, വിജിലൻസിൻ്റെ റിപ്പോർട്ടെല്ലാം 30 കൊല്ലമായിട്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ടെല്ലാം പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇതിൻ്റെ അന്വേഷണം നടത്തണം. പറഞ്ഞല്ലോ, സ്ത്രീ പ്രവേശന സമയത്ത് പോലെ ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ മാത്രം പ്രതിഷേധം അപ്പുറത്തേക്ക് ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് പോകും BJP. നോക്കൂ, ഇതിൽ അവർ ജയിലിൽ പോകുന്നവരെ ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ക്രിമിനൽസ് ഉണ്ടാവും. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ അതിൽ ചവിട്ടി വെച്ചാലോ അത് ഏതെങ്കിലും ഒരു കളി ചെയ്താൽ ഞങ്ങൾ ഇറങ്ങും. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കുറ്റകൃത്യം നടത്തിയതാരെന്ന് കണ്ടെത്തണം. അന്വേഷണം ഇഴയാൻ അനുവദിക്കില്ല. കേന്ദ്ര ഏജൻസികളും ഇക്കാര്യം അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.